അതിനനുസരിച്ച് വരി എഴുതി. അപ്പോൾ പല ഫ്രേസുകളും പല മീറ്ററുകളായിരിക്കും, പല ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരു അട്രാക്ഷൻ വരും, മ്യൂസിക്കലി ഒരു അട്രാക്ഷൻ വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എപ്പോഴും ട്യൂൺ ഇട്ടിട്ടായിരിക്കും നമ്മള് ലിറിക്സ്. ഇപ്പം നമ്മളുടെ സാറിന്റെ തന്നെ പല പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് ലിറിക്സുമായിട്ട്. ഇപ്പം ലിറിക്സ് ആദ്യം കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം, അപ്പം നമ്മൾ ട്യൂൺ ഇടാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു, കുറച്ചും കൂടെ നല്ലതുമായിരിക്കും അത് എന്നാണല്ലോ സാറ് പറഞ്ഞത്. പക്ഷെ ചിലപ്പം നമ്മളൊരു ട്യൂണ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു വരി അധികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മൾ ലിറിക്സുമായിട്ട് ഒരു നല്ലൊരു സിങ്ക് അവിടെ വേണം. അതായത് ലിറിക്സുമായിട്ട് പറയാം, അതായത് ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസ് ചെയ്തു, പക്ഷെ ഏതോ ഒരു വരി കുറച്ചൊരു അധികമായിട്ട് വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കോംപ്രമൈസോ എന്തെങ്കിലും അവിടെ, അപ്പൊ നല്ല സിങ്ക് വേണ്ടേ? ഒരു കോംപ്രമൈസ് ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വരിയായിരിക്കും അത്. നമ്മുടെ ട്യൂണിന് വേണ്ടി ആ ഒരു വാക്ക് കളയുക എന്ന് പറയുന്നത് നമുക്കൊരു സങ്കടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ട്യൂൺ നമ്മളത് കുറച്ച് ചേഞ്ച് ചെയ്യും. പക്ഷെ മറിച്ച് ട്യൂൺ നമുക്ക് പ്രത്യേക ഒരു ഹുക്ക് ലൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പിന്നെ മാറ്റാൻ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വാക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവം വരും. കാരണം ചില ട്യൂൺ ഓറിയൻറ്റഡ് സാധനം, ഇപ്പോൾ ഉദാഹരണത്തിന് ലാ 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 ലാ. ഇതൊരു ട്യൂൺ ഓറിയൻറ്റഡ് ട്യൂണാണ്, അത് മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ട്യൂണാണ്. അപ്പോൾ അതിനകത്ത് അധികം കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ചില ട്യൂണുകളുണ്ട്. എന്നാൽ പ്രേമിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ലിറിക്കൽ ഓറിയൻറ്റഡ് ട്യൂണാണ്. ലിറിക്ക് പിന്നെ എഴുതിയതെങ്കിലും യു ക്യാൻ മാനിപ്പുലേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വരി ഒന്ന് കൂടിപ്പോയി എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ട്യൂണാണത്. സോ അത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ചില പാട്ടുകൾക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാട്ടിന്റെ? ഇടുക്കി പാട്ട് തന്നെ ഇവളാണ് മിടുമിടുക്കി എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവളാണ് മിടുമിടുക്കി എന്ന് പറയുമ്പോൾ താളം ഇവളാണ് മിടുമിടുക്കി. അങ്ങനെയുള്ള ചില കുറെ പാട്ടുകൾ അങ്ങനെ ചെറിയ ഇപ്പൊ റഫീഖേട്ടനൊക്കെ ആണെങ്കിൽ പറയും വിജയ് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടനെ കേൾപ്പിക്കും, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. സന്തോഷ് വർമ്മയായിട്ട് ഈ കാര്യത്തിൽ ഭയങ്കര സിങ്കാന്ന് സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സന്തോഷിന് പിന്നെ ഈ മീറ്ററിൽ എഴുതുക എന്ന് പറയുന്ന സന്തോഷിനൊരു പ്രത്യേക ഒരു സ്കില്ലാണ്. അത് വളരെ ഇതായിരിക്കും. വേറെ ഒരു അക്ഷരമോ വാക്കോ കളയാനോ ചേർക്കാനോ ഒന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് കൃത്യമായിരിക്കും മീറ്റർ. അതൊരു ചിലർക്കുള്ളൊരു സ്കില്ലാണ്. അപ്പോൾ സന്തോഷിന്റെ അക്കാര്യത്തിൽ പിന്നെ നമുക്ക് വേറെ ചേഞ്ച് ഒന്നും വേണ്ടി വരില്ല. അപ്പം സാറിന്റെ കൂടുതലും സന്തോഷ് വർമ്മ സാറിന്റെ ട്യൂൺ കഴിഞ്ഞിട്ടായിരിക്കും അതോ ലിറിക്സ് എഴുതുന്നത്? അതോ കുറെ മിക്കതും അങ്ങനെ. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ. മിക്കതും ഇപ്പൊ ചെയ്യുന്ന വർക്കുകൾ മിക്കതും ട്യൂൺ ഇട്ടിട്ടാണ് പാട്ടുകൾ എഴുതുക. അപ്പോൾ അത് ശീലമായി പോയി എല്ലാവർക്കും. ലിറിക് റൈറ്റേഴ്സിന് അതൊരു ശീലമാണ്. അപ്പോൾ ചില പാട്ടുകൾ മാത്രം, ചിലപ്പോൾ ഇടുക്കി പാട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് ട്യൂൺ ചെയ്തത്. നേരത്തെ പാടി അകലെ ഒരു കാടിന്റെ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്തത്. അങ്ങനെ പോയറ്റിക് ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഒരു നെറേറ്റീവ് ഇതാണെങ്കിൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്യും. ചിലത് രണ്ടുവരി എഴുതിയിട്ട്, ഇപ്പോൾ ആകാശമായവളെ എന്നുള്ളത് പല്ലവി ട്യൂൺ ചെയ്തിട്ടാണ് എഴുതിയത്. ബാക്കി അദ്ദേഹം എഴുതിയിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്തത്. തുടർച്ചയായിട്ട് പുള്ളിയോട് പറഞ്ഞ് എഴുതിക്കോളൂ, ഞാൻ ട്യൂൺ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല്ലവി കിട്ടിയപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു ഐഡിയ കിട്ടി, പുള്ളി അത് ബാക്കി എഴുതി ട്യൂൺ ചെയ്തു. ഓക്കെ ഓക്കെ. സാറിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം പല പാട്ടുകളും നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ലിറിക്സിസ്റ്റുമായിട്ടൊരു സിങ്കപ്പ് ഡെഫിനറ്റ്ലി വേണം. അപ്പം ലിറിക്സ് കിട്ടിയിട്ടായിരിക്കുമല്ലോ കൂടുതലായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പം പല പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കറിയത്തില്ല ഇത് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴും എനിക്കത് ഉറപ്പായി. അതായത് പല പാട്ടുകളിലും അതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു സ്വഭാവമായിട്ടുള്ളൊരു സ്വാഭാവിക സഞ്ചാരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവിടെ ഒരു പോസ് വരും, ഒരു ചെറിയൊരു, അത് ഭയങ്കര ചെറുതായിട്ടുള്ളൊരു നിശബ്ദതയായിരിക്കും വരുന്നത്, വളരെ സട്ടിലായിട്ടുള്ളൊരു പോസ്, മൈന്യൂട്ട് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അതിപ്പം പറയുകയാണെങ്കിൽ അതൊരു ആ ഒരു പാട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എത്തുമ്പോഴായിരിക്കും ആ ഒരു പോസ് വരുന്നത്. അതായത് പ്രേമിക്കുമ്പോൾ എന്നുള്ള സോങ്ങിലാണെങ്കിൽ ഇപ്പം മരുവും തീർക്കും ആ ഒരു എനിക്ക് പാടാൻ അറിയാമെന്നെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അത് മാത്രമല്ല മൗനങ്ങൾ എന്നുള്ളൊരു സോങ്ങിലും ഉണ്ട്. പുലരാൻ നേരം സാറിന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും ഒരു പോസ് ചെയ്യുന്നത്, പക്ഷെ അതിന് ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട്. ഇത് സാറിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ശൈലിയാണോ അതോ ഇങ്ങനെ ട്വിസ്റ്റ് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ
ചിലര് സ്വാഭാവികമായിട്ട് ട്യൂൺ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയും. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ല അത്. ഒരു ട്യൂണും അങ്ങനെയല്ല. നമ്മൾ നോട്ടുകൾ നോക്കി തന്നെ ചെയ്ത് കോയിൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക്. ഇപ്പോൾ വരി എഴുതുമ്പോൾ, ഇപ്പോൾ താങ്കളൊരു വരി എഴുതുകയാണെങ്കിൽ, ഒരു കത്ത് എഴുതുകയാണെങ്കിൽ, നമ്മൾ വാക്കുകൾ കൊണ്ട് കോയിൻ ചെയ്യില്ലേ? പ്രിയപ്പെട്ട ഇന്നയാള്, സുഖമാണോ, ഇവിടെയും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ, മറ്റൊരാൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, മറ്റൊരു രീതിയിലായിരിക്കും. അതൊരു ശൈലിയാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കും. ഈ ട്യൂൺ ഇങ്ങനെ വേണം. ഇപ്പം എന്നുള്ള ട്യൂൺ അങ്ങനെ വേണം. ഇപ്പം ഇത് നമ്മൾ അങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യണം. സോ എല്ലാ ഡിസൈനും നമ്മൾ ഓൺ ചെയ്യണം. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ്, എനിത്തിങ് ഹാപ്പൻസ് ഇൻ എ സോങ്, അത് നമ്മൾ ഓൺ ചെയ്യണം. നമ്മുടെ ഉടമസ്ഥത അതിലുണ്ട്, ആ ഡിസൈൻ്റെ. സ്വരങ്ങളോ അല്ലെങ്കിൽ ട്യൂൺസോ ഒന്നും പുതിയതൊന്നുമല്ല, പലതും നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഡിസൈനാണ് ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് നമ്മൾ നമ്മളുടെ സ്വന്തം തന്നെയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണല്ലേ? സ്വാഭാവികമായിട്ട് ഒബ്വിയസ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഇസ് കോയിൻഡ്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ അതിന് ഒരു ഒഴുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൃത്രിമമായിട്ട് കുറച്ച് ഫ്രേസുകൾ ഉണ്ടാക്കിയിട്ട് അതിന് കൃത്രിമത്വം ഒഴിവാക്കി അതിനൊരു ജെനുവിനിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ കൃത്രിമമായിട്ട് മണ്ണോ അല്ലെങ്കിൽ സിമെന്റോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ, എന്നിട്ട് അതിന് സ്വാഭാവികത വരുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പം ആദ്യം വെറുതെ ഒരു മണ്ണ് കുഴച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്നിട്ട് അതിന് ഷേപ്പ് ഉണ്ടാക്കി അതിന് സ്വാഭാവികത വരുത്തുക ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ക്രിയേഷനും അങ്ങനെ തന്നെയാണ്. പെയിൻറ്റിങ് ആണെങ്കിലും നൃത്തമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അതില്ല, അതിൽ നിന്നും പുതിയതായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. സോ ഇറ്റ് ബി അത് കൃത്രിമമായിരിക്കും തുടങ്ങുമ്പോൾ. അതിന് സ്വാഭാവികത, നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ടച്ച് എന്ന് പറയുന്നത് അതാണ്. സ്വാഭാവിക കൊടുക്കലാണ്, അതാണ് ആർട്ടിസ്റ്റിക് ടച്ച് എന്ന് പറയുന്നത്. ഇപ്പം പുലരാ നേരത്തിലാണെങ്കിലും അങ്ങനെ ഒരു വരിയുണ്ട്, അതായത് ഓടിയരികാരോ വന്നില്ലേ പിന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൗനങ്ങളിലും അങ്ങനെ അല്ല, പല പാട്ടുകളിലും. പക്ഷെ നമുക്കത് ഈ ഒരു പോസ് ഉണ്ടെങ്കിലും അത് സിമിലർ ആയിട്ടും തോന്നുന്നില്ല, പക്ഷെ അതിലൊരു ബ്യൂട്ടി ഉള്ളതായിട്ടും തോന്നുന്നുണ്ട്. അത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഡൈനാമിക്സ് എന്ന് പറയും. നമ്മൾ എല്ലാ കലയ്ക്കും എല്ലാ സംസാരത്തിലും ഈ ഏറ്റക്കുറച്ചിലുകൾ, കയറ്റിറക്കങ്ങൾ, അതൊരു ബ്യൂട്ടിയാണ്. എപ്പോഴും ചില പാട്ട് ചെയ്യുമ്പോൾ പറയും ഇത് ഹൈല് നിൽക്കണം എന്ന് പറയും, പല്ല് തുടക്കം തന്നെ. പിന്നെ അനുപല്ലവി എത്തുമ്പോൾ ഹൈല് നിൽക്കുക. ഹൈ എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് എത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ കയറാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമുക്ക് മ്യൂസിക് ഇസ് ഓൾ അബൌട്ട് സൗണ്ട് ആൻഡ് സൈലൻസ്. അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സൈലൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈലൻസ് കഴിഞ്ഞാലാണ് സൗണ്ടിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു തിയറി ആയിട്ട് നമുക്ക് തോന്നുകയാണ്.